ഇതേപോലെ നിൽക്കാം കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, അല്ല കാണിക്കുന്നു, നിന്നെ ആൾക്കാരെ ചോദിക്കുന്നു. ഓ ഡബ്ല്യു എൽ എല്ലാരും ഡബ്ല്യു എൽ. ലെറ്റ്സ് ഗോ. നീ സൈഡായ ക്യാരക്ടർ അല്ലേ? പണ്ടല്ലേ ഇവൻ ഡബ്ല്യു, ഇവ സൈഡല്ലേ? അങ്ങോട്ട് മാറിക്ക്. നീ എന്താ അടുക്കള ഭാഗത്തോട്ട് പോയത്? അതെന്താ നീ അടുക്കള വാതിൽ വഴി ഇറങ്ങിപ്പോന്ന് എപ്പോഴും? അതെന്താ? നിനക്ക് ഇത് കൂടെ ഇറങ്ങി പോയാ പോരാ, ഇത് കൂടെ നടന്നു പോയാ പോരാ? എടാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് ഇങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ? ഓൻ ചെറിയൊരു ക്യാമറ ഫിയറാ, ചെറിയ ക്യാമറ ഫിയറാ. ആണോ? ഇതിപ്പോ ഇവ നടക്കുമ്പോ ഇങ്ങനെ ബാക്കോട്ട് പോവാ, സംസാരിച്ചോട് ബാക്കോട്ട് പോവാ, ഇങ്ങനെ പോണം. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അല്ലല്ല എല്ലാം പോയിക്കോ കുഴപ്പമില്ല. എടാ ഓക്കെ അല്ലല്ലോ? എന്തായാലും വേണോ എന്തെങ്കിലും ഹെൽപ്പ്? സംസാരിച്ചിട്ട് വേടാ 2 മിനിറ്റ്. ഇവരെന്താല്ലേ ഇവര് എന്താ ഹെൽപ്പ് വേണം? ഈ ലോക കളിക്കുന്നവനെ ഇവിടെ ഇരുത്തിയിട്ട് സ്മോക്കിംഗ്. ആരാ സ്മോക്ക് ചെയ്യുന്നത്? സ്മോക്ക് വിക്കി സ്മോക്ക് ചെയ്യുന്ന നോക്കിയാ ഇതൊക്കെ ആൾക്കാർ സ്ക്രൂ എല്ലാം വെച്ച് സ്മോക്ക് ചെയ്യുന്നൊരുത്തൻ. വിളിക്കാം വിക്കിക്ക് പറ്റിയ ബീജം ഏതാ? ചാറ്റ് പറ, വിക്കിക്ക് പറ്റിയ ബീജം പറ. ഞാൻ പറയാം. വിക്കി പക്ഷെ ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ ലൈവിൽ വന്നതാ. അപ്പം എന്തായാലും മുന്നേ പണ്ട് മുതൽ ലൈവ് കാണുന്നവർക്ക് അറിയായിരിക്കും വിക്കിന്റെ കാര്യങ്ങളെല്ലാം. പറയണ്ടല്ലോ, വിക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സമാധാനപരമായ ലൈവിലേക്ക് പോകുന്നത് അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഒരു ബീജം പറ ഏതാ? ഗെസ് ഹൂസ് ബാക്ക് നോക്കാം അല്ലേ? ഗെസ് ഹൂസ് ബാക്ക്. മാറ്. Come on! Guess who's back? എന്ത് കാണിക്കണേ? Come on! എന്താ വിശേഷം? എങ്ങനെയുണ്ട് ലൈഫ്? ലാസ്റ്റ് നമ്മൾ കണ്ടതിന് ശേഷം പിന്നെ അത്ര 1 വർഷത്തിന് ശേഷമല്ലേ കാണുന്നത്? എന്റെ മോനോട് ചെയർ കൊടുക്കണം. ചെയറോട് കുര്യാക്കോസ് മാറാ. Guys, guess who's back? Re-entry എന്ന് പറയുന്നുണ്ട്. Re-entry. Vicky is back. Let's go. എന്നിട്ട് എന്ത് തോന്നുന്നു 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട്? ഭയങ്കര അടിപൊളി. മൊത്തം സെറ്റപ്പ് എല്ലാം മാറില്ല. ഈ സെറ്റപ്പിൽ ആദ്യമായിട്ടല്ലേ വരുന്നേ? ഇത്രയും വലിയൊരു ഗ്രൂപ്പിലോട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നേ? ശരിയല്ല, ലാസ്റ്റ് വരുമ്പോ ഇത്ര വലുതല്ലേ ഗ്രൂപ്പ്? മമ്മുണ്ട്. സുഖാണോടാ? നോട്ടമൊക്കെ എങ്ങനെ വന്നു? നോട്ടൊക്കെ എങ്ങനെ പോകുന്നു? മൈക്ക് കൊടുക്കും. മൈക്കാരല്ലോ. എന്നിട്ടേ വിക്കി 10th മെമ്പർ. അതാ ബിയറിന്റെ ചൈന് മൊത്തം ബിയർ കള്ളു കുടിച്ചിട്ടുണ്ടോ?
ഇല്ലില്ല. സത്യം പറ. ഒരു പരിപാടിയില്ല, നീറ്റ് പയ്യനാണ്. അങ്ങനെ ഒരു സംഭവം കല്യാണമാണ്. എടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? വിക്കിന്റെ കല്യാണമാണ്. വിക്കി മൊത്തം പരിപാടി നിന്റെ അല്ലേ? അല്ല നീ എല്ലാം നിർത്തിന്ന് പറഞ്ഞപ്പോ നേരത്തെ വിളിച്ചപ്പോ കൂട്ടാന്റെ കല്യാണത്തോടു കൂടി തുടങ്ങും. നീ എന്താടാ ഒരിക്കലും നന്നാവൂലേ? അല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇപ്പം കറന്റ്ലി ഒരു പരിപാടി ഇല്ല. നീറ്റാ ഇപ്പൊ കറന്റ്ലി വിക്കി ഫുൾ നീറ്റായിട്ടാ ഉള്ളത്. അപ്പം ഫാമിലി വാച്ചിങ് നോ ചീത്തോളി ആവുന്നില്ല. അതും നമ്മൾ നിർത്തി അല്ല ഒരു പരിപാടിയില്ല. അതാ ഫുൾ ക്ലീൻ, ആള് ക്ലീൻ. സംസാരിച്ചിട്ട് പോവാന്ന് കരുതിയിട്ടാ വന്നത്. പറയരുത്. പക്ഷെ ഇതെന്താടാ ചാറ്റ് ഞാൻ ഒരു കാര്യം പറ്റേ വെറുതെ എന്തെങ്കിലും ഒന്ന് സ്പാം ചെയ്യില്ല. വിക്കി എന്ന് പറഞ്ഞാൽ അറിയാം നമ്മള് മൂന്നാമത്തെ എല്ലാ കൊല്ലം ഒരു സ്ട്രീം ഉണ്ടാവില്ല വിക്കി ആയിട്ട്. ഒറ്റ സ്ട്രീം ഉണ്ട്. 2025 വിക്കി ആയിട്ടുള്ള സ്ട്രീമാണ് ഇത്. ഓക്കെ, കഴിഞ്ഞ കൊല്ലത്തെ സ്ട്രീം ഓണത്തിനായിരുന്നു. അതിന് മുന്നത്തെ സ്ട്രീം 2023 അപ്പൊ നമ്മള് നെട്ടൂര് രണ്ടാമത് കളമശ്ശേരി. ഇപ്പൊ ഇവിടെ വരാൻ പോവാ. അടുത്ത കോഴിക്കോട് അടുത്ത കൊല്ലം 2026 കോഴിക്കോട് സ്ട്രീം. കൊല്ലത്തിലൊരിക്കൽ ഗസ്റ്റ് ആയിട്ട് വിക്കി വരും, പൊളിച്ചിട്ട് പോകും. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ നമ്മുടെ അജണ്ട ഒന്നുമില്ല. നമ്മളിപ്പം പഴയ പോലെ അങ്ങനെ അജണ്ടയും പരിപാടി ഒന്നുമില്ല. ഇങ്ങനെ ആരെ റിയാക്ഷൻ ഒന്നും അങ്ങനെ ചെയ്ത് ഞാൻ നിർത്തി. ഇപ്പൊ അങ്ങനെ അല്ല പഴയ പോലെ നമ്മള് കാണാറില്ലേ? പരിബോസ് കാണല്ല, നിർത്തി. കഴിഞ്ഞ കൊല്ലം കണ്ടിരുന്നു. ഇക്കൊല്ലം ഞാൻ ഇതുവരെ ഒറ്റ എപ്പിസോഡ് കണ്ടില്ല. ഇക്കൊല്ലം ഭയങ്കര ബോറിംഗ് ആന്ന് പറയുന്നത് കേട്ടോ. ഒരു കുഴപ്പമില്ല. വെൽക്കം ഡ്രിങ്ക് കൊടുക്ക. ആരാ ജാസേ? പണ്ട് തന്ന ഓർമ്മയുണ്ടോ? അയ്യോ അതാരോടാ? ഞാൻ അങ്ങോട്ടല്ല പറയണ്ടേ. ആ തൊപ്പിയൊക്കെ മാറിയല്ലേ, ഇത് ആളെ മാറിപ്പോയി. ഞാൻ ചോദിക്കാൻ നോക്കാം. ഇപ്പൊ എന്ത് തോന്നുന്നു? പണ്ടത്തെ ഇപ്പത്തേക്കുള്ള ഒരു ഇതിനെ കുറിച്ച് പറ, എന്നെ കുറിച്ച് പറ. 2 വാക്ക്. എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഒത്തിരി നിന്റെ മനസ്സ് പഴയ പോലെ തന്നെ, പക്ഷെ നിന്റെ രൂപത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒത്തിരി വ്യത്യാസം. മനസ്സ് പഴയ പോലെ എന്ന് പറയാൻ കാരണം പഴയ പോലെ എന്ന് വെച്ചാൽ നീ അന്നും പാവമാണ് ഇന്നും പാവമാണ്, അത്രേ ഉള്ളൂ. ഇനി ഹൃദയത്തിനകത്ത് വേറൊരാളുണ്ട്, അത് ഞങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന. അത് അടിപൊളിയാണ്. ഓക്കെ, ഗ്രൂപ്പ് അടിപൊളിയാ. പഴയ ലാസ്റ്റ് വരുമ്പോ ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ 2-3 ആൾക്കാരേ ഉള്ളൂ അല്ലോ. ഐഫോൺ ഗിഫ്റ്റിന്റെ ആര് പറയുന്നത് നമ്മള് ഫസ്റ്റ് ഓർമ്മയുണ്ടോ? അതായത് കഴിഞ്ഞ സ്ട്രീമിന്റെ മുന്നത്തെ സ്ട്രീം, ഫസ്റ്റത്തെ സ്ട്രീമിൽ ഒരു ഐഫോൺ ഗിഫ്റ്റിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. പഴയ വ്യൂവേഴ്സ് ഉണ്ട് ഇതില്, പക്ഷെ കൂടുതലും പുതിയ വ്യൂവേഴ്സ്. ഇപ്പൊ പഴയ പോലെ അല്ല. ഇപ്പൊ അധികം പുതിയ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇത്രയും വാച്ചിങ്ങും ഇത്ര ഇല്ലല്ലോ. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10K 12K വാച്ചിങ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പൊ പുതിയ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയ വ്യൂവേഴ്സിനോട് നീ പറയാണ്ടേ പറയാം. ഞങ്ങൾക്കുള്ള മാറ്റങ്ങള് ഞങ്ങളുടെ പഴയ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ സമൂഹത്തിൽ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ ചെയ്യും. അതിന് എത്ര കാലമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വിക്കി ഇപ്പം ഭയമല്ല കേട്ടോ. വിക്കിന്റെ കണ്ടന്റ് രീതിയും മാറിയല്ലോ. ഇപ്പം റിയാക്ഷൻ ആണല്ലോ കൂടുതൽ. ഇങ്ങനെ ഈ മറ്റേ സീക്രട്ട് ഏജന്റ് ടൈപ്പ് സമൂഹത്തിനെ കുറിച്ച് അല്ല മറ്റേ അല്ല ഇതെന്താ പറയാ, ഈ സംഭവത്തിന് എന്താ പറയാ, പ്രതികരണം. കേരള ജനക്കൂട്ടം പ്രതികരണം. വിക്കി ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നു. ഫ്രീ സ്റ്റൈൽ എല്ലാം നിർത്തിയോ? ഒരു തന്തേലാഴി പറയത്തില്ല. ഫ്രീ സ്റ്റൈൽ എന്താ കുഴപ്പമില്ല. ഫ്രീ സ്റ്റൈൽ മൊത്തം തെറി മാത്രമേ വരൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് പഴയ ക്ലിപ്പ് ഒന്ന് നോക്കിയാലോ? പണ്ടത്തെ ക്ലിപ്സ് പഴയത് കാണിച്ചു തരാം. കാണാത്തവർക്ക് ഞാൻ പറഞ്ഞ കാണാത്തവർക്ക് വിക്കി എക്സ് തുപ്പി അടിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ പഴയ അടി കാണാം. ഇതാണോ? ഇതിനും മുന്നേ ഉണ്ടല്ലോ, ഇതാണോ പ്രോപ്പർ? ഓ പഴയ നോക്കിയ മുനു. ഗുഡ് ഓൾഡ് ടൈംസ്. ഇതിലൊരു സീനുണ്ട് പോലെ. ഇതൊന്നും അല്ല. നിക്ക് ഞാൻ അണ്ടർടേക്കറായിട്ടാണ് കയറി വരുന്നത്. എനിക്ക് മ്യൂസിക് ഒക്കെ ഇട്ട് തരും. അതിപ്പോഴും ഉണ്ടല്ലോ. അതാ ഫുള്ള് റൂമിൽ ഇരുട്ടാക്കിട്ട്
പുതിയ പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയില്ല പോലെ ആ ടൈം എന്ന് പറഞ്ഞ പണ്ട് പരിപാടി വരും. ഇതൊന്നല്ല വേറൊരു സംഭവം ഉണ്ട്. ഞാൻ ജ്യൂസ് എടുത്ത് കൊടുക്കുന്ന ഒരു സീനുണ്ട് പോലെ അതൊക്കെ അതവിടെ അതിനകത്തുണ്ട്. എന്നെ പറഞ്ഞു വിട്ട് സീറ്റ് കയറി ഇപ്പഴ ജ്യൂസ്. അയ്യോ ജ്യൂസ് കൊടുക്കല്ലേ, അത് കുടിച്ചതിന്റെ സംസാരിക്കാം. വേറൊരു കാര്യമുണ്ട്. അപ്പൊ ഇതൊന്നും നിനക്കറിയില്ല, ജാസി ഒന്നും കണ്ടിട്ടില്ല. ഇത് കണ്ടോ ചാൻ, കാണാത്തവർക്ക് കാണിച്ചുതരാം. പണ്ട് ലാസ്റ്റ് വിക്കി വന്നപ്പോ നടന്ന സംഭവം. എന്നെ പറ്റിച്ച ഇതുപോലെ ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ ഷമാമ ചിക്കു അങ്ങനത്തെ എല്ലാം കയ്യിലൊക്കെ ഇത് ഏത് എന്താ നല്ല ശരിക്കും തുപ്പി. അത് നമ്മള് ജ്യൂസിൽ ഉപ്പെല്ലിട്ടിട്ട് ഇതാക്കിട്ട് കൊടുത്ത്. ഞാൻ ഇപ്പൊ തുപ്പെന്ന് പറയുന്ന ചാറ്റില് ഇല്ല, എന്നെ പച്ച അവരാന്ന് പറയുന്നത് ഇപ്പം. മതി നമ്മള്